ചണ്ഡീഗഡിൽ ബി.ജെ.പി. ആസ്ഥാനത്തിന് മുമ്പിൽ സ്ഫോടനം. വീര്യം കുറഞ്ഞ ഗ്രനേഡ് ഓഫീസിന്റെ മുന്നിലേക്ക് എറിയുകയായിരുന്നു. ആർക്കും പരിക്കില്ല. സംഭവത്തിൽ 2 പേർക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട്. PR അരവിന്ദ് ഡൽഹിയിൽ ചെയ്തു. അരവിന്ദ്, എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം, അതിക്രമം അല്ലെങ്കിൽ സ്ഫോടനം? ആരാണ് പിന്നിലെന്നാണ് സംശയിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം വരുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇതിൽ വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു ചണ്ഡീഗഡിൽ ബി.ജെ.പി. ആസ്ഥാനത്ത് മുന്നിൽ സ്ഫോടനം ഉണ്ടായത്. ആദ്യം സ്കൂട്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതായിരുന്നു സംശയം. പിന്നാലെ ഫോറൻസിക് സംഘം അടക്കം ആ സ്ഥലത്തെത്തി പരിശോധിക്കുകയും ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഗ്രനേഡ് ആക്രമണം ഉണ്ടായെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ഇത്തരത്തിൽ ബി.ജെ.പി. ഓഫീസിൽ നേരത്തെ ഗ്രനേഡ് എറിയുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. വീര്യം കുറഞ്ഞ ഹാൻഡ് ഗ്രനേഡ് എറിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം വ്യക്തമാക്കുന്നത്. 2 പേർ ചേർന്നാണ് ഈ കൃത്യം നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ 2 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ പോലീസ് അറിയിക്കുകയാണ്. സെക്ടർ 37 പാർട്ടി ആസ്ഥാനത്തിന് മുൻപിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ആ സമയത്ത് അവിടെ ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണം ബി.ജെ.പി. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയാണ്. കാരണം അവരുടെ അധ്യക്ഷനടക്കം കഴിഞ്ഞ ദിവസം ഈ ഓഫീസിലേക്ക് എത്തിയിരുന്നെന്നും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായെന്നതാണ് ബി.ജെ.പി. ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ ഈ പ്രതികളെ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പി. ആസ്ഥാനത്തിന് മുമ്പിലാണ് ചെറിയ സ്ഫോടനം ഉണ്ടായത്. 2 പേരെ മനസ്സിലായിട്ടുണ്ട്. ആളെ തിരിച്ചറിഞ്ഞ 2 പേരാണ്. അവർക്കുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.